കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ നട തുറന്നു കേട്ടോ. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പൻ ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇന്ന് തൊട്ട് പുതിയ മേശാന്തിയാണ്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ഏ നല്ല വീതിയുള്ള ഇങ്ങനെ ഇതുള്ള പാദത്തിന്റെ മുകളിൽ നല്ല വീതിയിലുള്ള തള ചാർത്തിയിട്ടുണ്ട്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കൊമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട്. മിടുക്കനൊരു ഉണ്ണി. കിങ്ങിണിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് തന്നെ സ്വർണ്ണഞ്ഞാത്തുകൾ ഇങ്ങനെ രണ്ട് തൊടറ ഭാഗത്തേക്ക് തന്നെ ഇറക്കിയിട്ടുണ്ട്. അകത്തിളങ്ങ ശ്രീലകത്തേക്ക് നോക്കിയാട്ടോ നല്ല ഭംഗിയായിട്ട്. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല, ഒരു കാശുമാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയൊക്കെ ചാർത്തിയിട്ട് ഒക്കെ കൗതുകമുണ്ട്. എല്ലാം തിളങ്ങണമുണ്ട്. കൈവളകൾ, തോൾവളകൾ ഒക്കെ നല്ല വീതിയിലുള്ളതാണ്. അത്ര നല്ല ഭംഗിയായിട്ട്. പിന്നെ ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണ നല്ല മന്ദഹാസം. കൈവളകൾ, തോൾവളകളൊക്കെ ചാർത്തിട്ടുണ്ട്. വലത്തെ കയ്യിൽ ഒരു വെണ്ണുറല പിടിച്ചിട്ടുണ്ട്, ഇടത്തെ കയ്യിൽ ഒരു ഓടക്കൊള്ളിയും പിടിച്ചിട്ടുണ്ട്. കണ്ണന് വേണ്ടി രണ്ട് സാധനങ്ങൾ കയ്യിലുണ്ട്. കണ്ണൻ നല്ല ആനന്ദത്തോടു കൂടിയുള്ള ചിരിയ. പുഞ്ചിരി ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തിലകങ്ങളും മാലകളും ഒക്കെ തിളങ്ങുന്നുണ്ട്. ശ്രീലകത്ത് ഈ നെയ്വിളക്കിൻ്റെ ശോഭയിൽ മിടുക്കനൊരു ഉണ്ണി. എന്താ കൗതുകം എന്നാ വിചാരിച്ച്. അത്ര മിടുക്കനായിട്ടൊരു ഉണ്ണി ആ ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. കളഭ കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്. രണ്ട് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട്. തെച്ചിയും തുളസിയായിട്ട് തിരുമുടിമാല, പിന്നെ വെളുത്ത പൂവും തുളസിയായിട്ട് തിരുമുടിമാല. കഴുത്തിന് നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ, താമര, തെച്ചി, തുളസി ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല. മറ്റുണ്ടമാല വനമാലയാണ്. തെച്ചിയും തുളസിയും മാത്രമായിട്ടുള്ളത്. രണ്ട് ഉണ്ടമാലകളും രണ്ട് തിരുമുടിമാലയും ചാർത്തിയിട്ട് അതിൻ്റെ നടുവിലായിട്ടാണ് ഈ ഓടക്കോയിലും വെണ്ണയും പിടിച്ചിട്ട് നല്ല അത്യാനന്ദത്തോട് കൂടി ചിരിക്കണം നമ്മുടെ പൊന്നുണ്ണി കാണാൻ. ഒരു കൗതുകമല്ലേ, നല്ല ഭംഗിയാണ് കാണാൻ. തടിച്ചുരുണ്ട് മിടുക്കനൊരു ഉണ്ണി. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ജഗന്നിവാസ കരുണാമുരാരേ മുകുന്ദ ഭക്തപ്രിയ വാസുദേവ, വരുന്ന രോഗങ്ങളകന്നു പോകാൻ വരം തരേണേ ഗുരുവായൂരപ്പ. നാവുണ്ടു നമുക്കതു ഭാഗ്യമല്ലേ, നാമം ജപിക്കാത്തതു കഷ്ടമല്ലേ. ഉറക്ക നാമം ജപിക്കാൻ നമുക്ക് പൊന്നുണ്ണി കണ്ണൻ്റെ പുഞ്ചിരി തൂകി ഭക്തന്മാരായ നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിച്ച് തൃപ്പാദം രണ്ടും മുറുകെ പിടിച്ച് ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം. കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറായ കൊണ്ട് ആ ശ്രീലകത്ത് നിൽക്കണത് കേട്ടോ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, നാമം ജപിക്കാൻ തോന്നിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഉറക്ക നാമം ജപിക്കല്ലേ നമുക്ക്. പൊന്നുണ്ണി കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട്. ജപിക്കാൻ നാമം നാരായണ 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 നാരായണ. ഹരേ ഹരേ.